Hey guys, welcome back to another video. So ഞാൻ ലാസ്റ്റ് ടൈം ഇട്ട ഷോർട്സിലൊക്കെ പറഞ്ഞ പോലെ ഇന്ന് നമ്മളൊരു സ്റ്റേഷനറി ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ റീസെൻ്റായിട്ട് ഡൈക്കറ്റ് സ്മാർട്ടിൽ നിന്നും അതുപോലെ മിസ്റ്റർ DIY എന്നൊക്കെ വാങ്ങിയ പ്രോഡക്റ്റ്സ് നമുക്കൊന്ന് കാണാം ആൻഡ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഞാൻ ഡൈക്കറ്റ് സ്മാർട്ടിലെ പ്രോഡക്റ്റ്സ് ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് വൺ ഈ ഒരു പെൻ കട്ടറാണ്. എനിക്ക് ആക്ച്വലി അൺബോക്സിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു വൈറ്റ് കളറിലുള്ള പെൻ കട്ടർ വേണമെന്നുണ്ടായിരുന്നു. സോ ഇത് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തതാണ്. പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് 69 റുപ്പീസാണ്. ആ ഒരു പ്രൈസിന് ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു ക്ലൗഡ് ഷേപ്പിലുള്ള വൈറ്റ് കട്ടർ വേണമെന്നായിരുന്നു. ഞാൻ എത്ര നോക്കിയിട്ടും അതിൻ്റെ വൈറ്റ് കിട്ടിയില്ല. സോ കിട്ടിയത് വെച്ചിട്ട് നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ ഈ ഒരു പെൻ കട്ടറാണ്. അടുത്തത് ഡൈക്കറ്റ് സ്മാർട്ടിൻ്റെ ഷോപ്പിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള ഒരു സാധനമാണ് ഈ ഒരു ഡാൻസിങ് പെൻസ്. ഇത് ഒരുപാട് കളറിലും തീമിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരുന്നു. ഐ തിങ്ക് ഒരു 49 റുപ്പീസാണ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ലൈക്ക് ഒരു ക്യൂട്ട് പെൻസാണ്. ഞാൻ അതിൻ്റെ പിങ്ക് കളറിൽ 2 ഡിഫറെൻറ്റ് ലോഗോസ് വന്നിട്ടുള്ള ടൈപ്പ് 2 സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് വന്നിട്ട് ഒരു ഗ്ലൂ സ്റ്റിക്കാണ്. ഞാനിതിൻ്റെ കളർ കണ്ടിട്ടാണ് ആക്ച്വലി ഇത് സെലക്ട് ചെയ്തത്. ഇത് നമുക്ക് 2 ഡിഫറെൻറ്റ് സൈസസ് ഉണ്ടായിരുന്നു, പക്ഷേ 10 രൂപേൻ്റെ വ്യത്യാസമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ വലിയ സൈസാണ് എടുത്തത്. ഇതും ഐ തിങ്ക് ഒരു 69 ഓർ 79 ആയിരുന്നു പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം തിക്നെസ് ഒക്കെ ഉള്ളൊരു ഗ്ലൂ സ്റ്റിക്കാണ്. സോ ഐ തിങ്ക് കുറച്ച് അധികം നാൾ യൂസ് ചെയ്യാൻ പറ്റും. എഗെയിൻ ഞാൻ കളർ കണ്ടിട്ട് സെലക്ട് ചെയ്തൊരു സാധനമാണ് ഈ ഒരു സിസേഴ്സ്. എൻ്റെ കയ്യിൽ ചെറിയ സൈസിലുള്ള സിസേഴ്സ് ആക്ച്വലി കുറവാണ്, എന്നാലും എൻ്റെ ആവശ്യത്തിന് യൂസ് ചെയ്യാനുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു കളർ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഈ ഒരു ബ്രൗൺ ഫാമിലി. സോ ആ ഒരു കളർ തീം മാച്ചായിട്ട് ഞാൻ ഈ ഒരു കത്രിക സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് 145 റുപ്പീസാണ്. സോ നമുക്ക് ഇതും അൺബോക്സ് ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് ആണ്. സോ ഡൈക്കറ്റ് സ്മാർട്ടിനെ പറ്റി ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യം ഇല്ല. ആൻഡ് ഈ ഒരു കത്രിക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ലാസ്റ്റ് ടൈം ആ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു ട്രാൻസ്പെറൻറ്റ് പെൻ ഹോൾഡറിൽ ബ്രൗൺ കളറിൽ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ സിസേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് 2 ഗ്ലൂ ടേപ്പാണ്. ആക്ച്വലി എൻ്റെ കയ്യിൽ മുമ്പുണ്ടായിരുന്ന ഗ്ലൂ ടേപ്സ് എല്ലാം കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് 2 ബ്രൗൺ തീമാണ്. ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആയിരുന്നു. ബട്ട് വൈറ്റോ ബ്രൗണോ ഒക്കെ കണ്ടാൽ ഞാൻ ഫസ്റ്റ് എന്തായാലും ആ ഒരു കളേഴ്സേ ചൂസ് ചെയ്യുള്ളൂ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് 79 ഓർ 89 ആയിരുന്നു. ഞാനിപ്പോൾ വോയിസ് ഓവർ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് കറക്റ്റ് പ്രൈസ് ഞാൻ ഓർക്കുന്നില്ല. ഇതിൻ്റെ കവറും മറ്റേ ലേബലും എല്ലാം ഞാൻ കളയുകയും ചെയ്തു. 89 ഓർ 79 ആണ് അതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് ഈ ഒരു ഗ്ലൂ സ്റ്റിക്കിൻ്റെ സ്റ്റിക്കേഴ്സ്. ഐ തിങ്ക് ഇത് അവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് കാണാൻ നല്ല ക്യൂട്ട് ആൻഡ് അട്രാക്റ്റീവായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ജസ്റ്റ് വാങ്ങിച്ചെന്നേ ഉള്ളൂ. ഇത് ഞാൻ യൂസ് ചെയ്യുമോ എന്നുള്ളത് പോലും എനിക്കിതുവരെ അറിയില്ല. കാരണം ഇത് ആക്ച്വലി എനിക്ക് ആവശ്യമുള്ളൊരു സാധനം അല്ല, എന്നാലും കണ്ടപ്പോൾ അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാനൊന്ന് സെലക്ട് ചെയ്തതേ ഉള്ളൂ. പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് 59 റുപ്പീസാണ്. ഷോപ്പിൽ ആക്ച്വലി സ്റ്റിക്കേഴ്സിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇതുപോലത്തെ ഈ ഒരു ഗ്ലൂ സ്റ്റിക്കിൻ്റെ സ്റ്റിക്കേഴ്സ് തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു ട്രാൻസ്പെറൻ്റ് ആണ് സെലക്ട് ചെയ്തത്. നെക്സ്റ്റ് ഈ ഒരു ആൽഫബറ്റ്സിൻ്റെ സ്റ്റിക്കേഴ്സ് ഞാൻ ജേർണലിലൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ആൽഫബറ്റ്സിലൊക്കെ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് കുറച്ചും കൂടി ബേസിക് മിനിമൽ മോഡൽസാണ് ഇഷ്ടം. സോ അതുകൊണ്ടിട്ട് ഞാൻ ഇത് സെലക്ട് ചെയ്തു. ഇതിൽ ആൽഫബറ്റ്സും കുറച്ച് നമ്പേഴ്സൊക്കെ വരുന്നുണ്ട്. ഒരു ഗ്രീൻ, ബ്രൗൺ, ബേജ്, പിങ്ക് കളേഴ്സിലൊക്കെ വന്നിട്ടുള്ളൊരു സ്റ്റിക്കറിൻ്റെ സെറ്റാണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് 39 റുപ്പീസായിരുന്നു. ആൻഡ് ഒരു ട്വീസർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വേറെ കളേഴ്സൊന്നും അവൈലബിൾ അല്ല. പിങ്കാണ് ഉണ്ടായിരുന്നത്. ആക്ച്വലി ഞാനൊരു പിങ്ക് ലവർ അല്ല, എന്നാലും ട്വീസേഴ്സ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായത് അത് ചെറിയ ഡാമേജ് വന്നിട്ടുണ്ട്. സോ തൽക്കാലം അവൈലബിൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡിലതാണ് ഞാൻ എടുത്തത്. ഇതും 79 റുപ്പീസാണ്. അവിടെ പിങ്കും അതുപോലെ ഒരു സിൽവർ കൈൻഡ് ഓഫ് കളറും മാത്രമാണ് ഉണ്ടായിരുന്നത്. സോ അതെനിക്കത്ര ഇഷ്ടമാകാത്തത് കൊണ്ടാണ് ഞാൻ ഇത്തവണ പിങ്ക് സെലക്ട് ചെയ്തത്. നെക്സ്റ്റ് ഞാൻ ഈ ഒരു സ്റ്റാമ്പിൻ്റെ റോൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതും നമുക്ക് ഒരുപാട് കളർ തീംസിലുണ്ടായിരുന്നു. ഒരു മെറ്റാലിക് ഒരു കൈൻഡ് ഓഫ് ഫിനിഷിംഗ് ഒക്കെ വന്നിട്ടുള്ള സ്റ്റാമ്പിൻ്റെ റോള്. ഇതിൽ ആക്ച്വലി കുറേ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. ഞാൻ ഇത്തവണ ഒരു ബ്ലൂ തീമാണ് സെലക്ട് ചെയ്തത്. ഇതിൻ്റെ പിങ്കും ലാവൻഡറും ഉണ്ടായിരുന്നു. ആ 2 കളേഴ്സും എനിക്ക് അത്ര താല്പര്യമില്ല. സോ ബ്ലൂ കളറാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇതിൽ ഫുൾ സ്റ്റാമ്പിൻ്റെ ഷേപ്പിലുള്ള സ്റ്റിക്കേഴ്സാണ്, പക്ഷേ ഡിഫറെൻറ്റ് സൈസും ഡിഫറെൻറ്റ് പിക്ചേഴ്സൊക്കെ വന്നിട്ട്
കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സോ ഇത് ഐ തിങ്ക് ഒരു 99 റുപ്പീസ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ സെയിം പ്രോഡക്റ്റ് ഞാൻ ഓൺലൈൻ ആപ്സിലൊക്കെ 199 റുപ്പീസിനൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ഡൈക്കറ്റ് സ്മാർട്ടിൽ ഇതിൻ്റെ പ്രൈസ് 99 എന്ന് കണ്ടപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, വേഗം അതൊരെണ്ണം പർച്ചേസ് ചെയ്തു. ഇതിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസ് അവരുടെ വെബ്സൈറ്റിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഇതുപോലത്തെ സ്റ്റാമ്പിൻ്റെ പിക്ചേഴ്സിന് പകരം ടെക്സ്റ്റൊക്കെ ഉള്ള ഇതുപോലത്തെ ഒരുപാട് റോൾസ് അവിടെ ഉണ്ട്. ലൈക്ക് ഓരോരോ കോഡ്സ് എഴുതിയത്, അത് തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ ഉള്ള റോൾസ് അവൈലബിൾ ആണ്. അവിടെ വെബ്സൈറ്റിലും പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മേബി ഡൈക്കറ്റ് സ്മാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിയതിൽ ഏറ്റവും റേറ്റ് കൂടിയൊരു പ്രോഡക്റ്റ്. 229 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ്. പക്ഷേ ആ ഒരു പ്രൈസ് കൊടുത്ത് ഞാനിത് വാങ്ങിക്കാനുള്ള റീസൺ ഇതിൻ്റെ തീം. ഇത് ആക്ച്വലി കോഫി തീമിൽ വന്നിട്ടുള്ളൊരു സ്റ്റിക്കർ ബുക്കാണ്. എനിക്ക് കോഫി ബ്രൗൺ തീംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ എന്തായാലും ഇത് ലൈക്ക് ഞാൻ വാങ്ങിക്കാതെ വീട്ടിൽ വന്നാൽ അയ്യോ അത് വാങ്ങിക്കാമായിരുന്നു എന്നുള്ളൊരു റിഗ്രറ്റ് എനിക്ക് വരും. സോ എന്തായാലും ആ ഒരു എമൗണ്ടിന് ഞാൻ ഈ ഒരു സ്റ്റിക്കർ ബുക്ക് വാങ്ങിയിട്ടുണ്ട്. ഇത് ആക്ച്വലി റിയലി പ്രിറ്റി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിലെ സ്റ്റിക്കേഴ്സ് എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. 20 പേജസ് വരുന്നൊരു സ്റ്റിക്കർ ബുക്കാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിലെ സ്റ്റിക്കേഴ്സ് എല്ലാം ജസ്റ്റ് കാണിക്കാം. ആക്ച്വലി ഇത് നല്ല രസമുണ്ട്. നമുക്ക് ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം, അങ്ങനെ ഏതൊരു പർപ്പസിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ കേസിൽ ഞാനിനി ഇത് ആക്ച്വലി യൂസ് ചെയ്യുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട്. കാരണം എനിക്കിതുപോലെ നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ കണ്ടാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മടിയാണ്. ഇത് പെട്ടെന്ന് തീർന്നു പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. സോ എന്തായാലും ഈ ഒരു കോഫി സ്റ്റിക്കർ സെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഉടനെ ഒരു ജേർണലിംഗ് വീഡിയോസൊക്കെ ചെയ്യാം. ഇതിൽ സ്റ്റിക്കേഴ്സ് എല്ലാം തന്നെ കോഫി ആ ഒരു ബ്രൗൺ ഒരു ലൈക്ക് ഒരു ബ്രൗൺ വൈബിലൊക്കെ വന്നിട്ടുള്ള നല്ല സ്റ്റിക്കേഴ്സാണ്. പിന്നെ ഒരുപാട് ഗേളി പിക്ചേഴ്സും കോഫി പിക്ചേഴ്സ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി കാണിക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം നമ്മൾ മിസ്റ്റർ DIYയുടെ ഷോപ്പിൽ സെൻറ്റർ സ്ക്വയറിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഇത് വന്നിട്ട് ഒരു നെയിൽസിലൊക്കെ ഒട്ടിക്കുന്ന സ്റ്റിക്കേഴ്സാണ്. നമ്മൾ ഈ ജേർണലിംഗ് വീഡിയോസ് ഈ ഫോറിൻ ചാനലിലൊക്കെ കാണുമ്പോൾ ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള നെയിൽസൊക്കെ അവർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാകും. ഭാവിയിൽ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഒട്ടിക്കാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. സോ അധികം ടൈം ഇല്ലാത്തത് കൊണ്ട് എനിക്കിത് കൂടുതൽ തരാൻ പറ്റിയില്ല. കണ്ടതിൽ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുള്ളൊരു ഡിസൈൻ ഞാൻ സെലക്ട് ചെയ്തു. ജസ്റ്റ് 45 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് കളർ ഇഷ്ടപ്പെട്ടിട്ട് ഞാനൊരു സ്റ്റിക്കി നോട്ട് വാങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ സ്റ്റിക്കി നോട്ടൊന്നും യൂസ് ചെയ്യുന്ന ഒരാളേ അല്ല. പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ എന്തോ ഒരു ഇഷ്ടം തോന്നി വാങ്ങിച്ചു. ഇതിൻ്റെ പ്രൈസ് ഐ തിങ്ക് അറൗണ്ട് ഒരു 64 റുപ്പീസേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ആ ഒരു കളർ തീം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ബട്ടർ യെല്ലോ ലൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ. ഇത് എന്തിന് യൂസ് ചെയ്യും എന്നുള്ളതൊന്നും ആരും ചോദിക്കരുത്, കാരണം എനിക്കറിയില്ല. ബട്ട് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. നെക്സ്റ്റ് അഗെയിൻ ഞാനൊരു പെൻ കട്ടർ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ഡൈക്കറ്റ് സ്മാർട്ടിൽ നിന്ന് വാങ്ങിയത്. അതിൻ്റെ ആ ഒരു ബ്ലേഡ് ലെങ്ത്ത് കുറവാണ്. സോ ലെങ്ത്ത് കൂടിയ ടൈപ്പിൽ ഈ ഒരു വൈറ്റ് കളറിൽ തന്നെ വന്നിട്ടുള്ള ഒരു കുറച്ചും കൂടി ലെങ്തി ബ്ലേഡുള്ള ഒരു പെൻ കട്ടർ നമ്മൾ അൺബോക്സിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി മേ ബി കംഫർട്ടബിൾ ആയിരിക്കും. ഇതും നമുക്ക് 2-3 കളേഴ്സ് ഉണ്ടായിരുന്നു. ബട്ട് ഐ ഓൾവേസ് ചൂസ് വൈറ്റ്. സോ ഇതും ഓൾമോസ്റ്റ് ഒരു 60 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് നെക്സ്റ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എഗെയിൻ സിസേഴ്സ് ആണ്. ഇത് ഞാൻ ആക്ച്വലി കണ്ടപ്പോൾ ജസ്റ്റ് കൊള്ളാമെന്ന് തോന്നിയിട്ട് എടുത്തതാണ്. ഇതിലും 2-3 കളർ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ആ ഒരു ലിഡ് കുറച്ചും കൂടി ഭംഗിയുള്ളത് ഈ ഒരു പ്രിൻ്റ് ആയിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സിസേഴ്സ് സെലക്ട് ചെയ്തത്. ഇതിൻ്റെ പ്രൈസും ജസ്റ്റ് 74 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഈ ഒരു സിസേഴ്സ് പെൻ കട്ടറുള്ള അതുപോലത്തെ പ്രോഡക്റ്റ്സൊക്കെ ഡൈക്കറ്റ് സ്മാർട്ടിലേക്കാളും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ മിസ്റ്റർ DIYയിൽ കിട്ടുന്നുണ്ട്. ആക്ച്വലി ആ ഒരു ക്യാറ്റിൻ്റെ ഡിസൈനിലെ പെൻ കട്ടറെല്ലാം ഡൈക്കറ്റ് സ്മാർട്ടിലുണ്ട്. അവരുടെ പ്രൈസിനേക്കാളും കുറച്ചും കൂടി റേറ്റ് കുറവാണ് മിസ്റ്റർ DIYയിലെ പ്രോഡക്റ്റ്സ്. നെക്സ്റ്റ് ഈ ഒരു വൈറ്റ് കളറിൽ തന്നെ വന്നിട്ടുള്ള പെൻ ഹോൾഡറാണ്. സ്ട്രൈപ്സ് ഡിസൈനൊക്കെ വന്നിട്ട് നല്ലൊരു പിൻട്രസ്റ്റി ലുക്കുള്ള പെൻ ഹോൾഡറാണ്. ഇത് ഐ തിങ്ക് ഒരു 2 കളർ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് എപ്പോഴത്തെയും പോലെ ഞാൻ വൈറ്റ് കളറാണ് സെലക്ട് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ആ ഒരു സെപ്പറേഷൻ നമുക്ക് വേണമെങ്കിൽ വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് നീക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. സോ ഇതെനിക്ക് ആക്ച്വലി നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പ്രൈസ് ഞാൻ ആക്ച്വലി ഓർക്കുന്നില്ല, എൻ്റെ കയ്യിൽ അതിൻ്റെ സ്ലിപ്പെല്ലാം മിസ്സായിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യം അഫോർഡബിൾ പ്രൈസാണ്. എന്തായാലും ഒരു 120 റുപ്പീസിന് താഴെ എന്തായാലും വന്നിട്ടുള്ളൂ. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ്. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ലൈക്ക് ഈവൻ നമുക്ക് ഈ സ്റ്റേഷനറി അല്ലെങ്കിൽ നമ്മളുടെ മേക്കപ്പ് ബ്രഷോ അതുപോലെയുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. മിസ്റ്റർ DIYയിൽ
ഓർഗനൈസേഴ്സിനൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ എവിടെയും കാണാത്ത കുറച്ച് ടൈപ്പ് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സെറ്റ് നമ്മൾ റീസെൻ്റായിട്ട് ഓൾറെഡി കാണിച്ചതാണ്, ഫ്ലിപ്കാർട്ടിൽ വാങ്ങിയതാണ്. ഞാൻ സ്റ്റേഷനറി ഹൗളല്ലേ കുറച്ചും കൂടി പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ സെറ്റും കൂടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. ആക്ച്വലി എനിക്ക് ഇതിലേക്ക് തന്നെ 1-2 പ്രൊഡക്ട്സും കൂടെ വരാനുണ്ടായിരുന്നു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ. പക്ഷേ അതിൻ്റെയൊക്കെ ഡെലിവറി കുറച്ചും കൂടി ലേറ്റായിട്ടേ വരുന്നുള്ളൂ. സോ അതുകൊണ്ട് തൽക്കാലം ഉള്ള പ്രോഡക്റ്റ്സൊക്കെ വെച്ചിട്ട് ഒരു ഹോൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് നമ്മളുടെ കോഫി തീം പെൻ സെറ്റ്. അണ്ടർ ഐ തിങ്ക് ഒരു 150 റുപ്പീസ് ആ ഒരു റേഞ്ചിലാണ്. പിന്നെ ഈ ഒരു ഫയൽ ഫോൾഡർ ഞാൻ നേരത്തെ കാണിക്കാൻ മിസ്സായിപ്പോയി. ഇത് 74 റുപ്പീസ് എന്തോ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. സിപ്പർ പൗച്ച് പോലത്തെ ഒരു സംഭവം, നമുക്ക് പേപ്പേഴ്സോ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാം. ഇതിൻ്റെ ഈ ഒരു ട്രാൻസ്ലൂസൻറ്റ് ഡിസൈൻ കണ്ടിട്ടാണ് ഞാനിത് സെലക്ട് ചെയ്തത്. നമുക്കതിൻ്റെ ആ സ്റ്റിക്കറൊക്കെ പറിച്ച് കളഞ്ഞിട്ട് അവിടെ ഒരു ക്യൂട്ട് മേക്ക് ഓവറൊക്കെ കൊടുക്കണം. റീസെൻ്റായിട്ട് എന്താണെന്നറിയില്ല, എന്ത് പ്ലെയിൻ കളർ സാധനം കിട്ടിയാലും ഡെക്കറേഷനൊക്കെ ചെയ്യാനുള്ളൊരു മൈൻഡാണിപ്പോൾ. സോ ഓൾമോസ്റ്റ് ഇത്രയും പ്രോഡക്റ്റ്സൊക്കെയാണ് നമ്മളുടെ ഹോൾ വീഡിയോയിലുള്ളത്. അധികം പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. സോ ഈ 2 ഷോപ്പിൽ നിന്നിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു കുഞ്ഞി സ്റ്റേഷനറി ഹോൾ വീഡിയോ ആണ്. എനിക്ക് ആക്ച്വലി ഇത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായില്ല. ഞാൻ ഫുൾ ബ്ലാങ്ക് മൈൻഡായിട്ട് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. പ്രോഡക്റ്റ്സൊക്കെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. സോ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ആൻഡ് ഏതെങ്കിലും പ്രോഡക്ട്സിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എല്ലാവരുടെ ക്വസ്റ്റ്യൻസിനും എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു ഹോൾ വീഡിയോയിലെ ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.